വ്യവസ്ഥയിൽ വിവാദമായ പദവി ഫെഡറൽ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയുള്ള ഉപരാഷ്ട്രപതി. വിവാദമായ പദവി ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ. പാർലമെന്റ് നിയമം വഴി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. നമ്മൾ CAG പഠിച്ചു, അറ്റോർണി ജനറൽ നോക്കി, അതിനുശേഷം എന്താണ് അഡ്വക്കേറ്റ് ജനറൽ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത് പഠിച്ചു പോയത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു ചോദ്യം പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയിൽ എന്താണ് അതിർത്തികൾ നിശ്ചയിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അതിൽ നമ്മൾ ഉത്തരമായിട്ട് പറഞ്ഞത് ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്നാണ്. അപ്പോ നിങ്ങൾ ഈ ചോദ്യം നോക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് കണ്ടെത്തുക. ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അത് ഉത്തരം എഴുതുക? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും നിങ്ങൾ എഴുതുക എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അതെ, കുറച്ച് ആളുകളൊക്കെ A എന്ന് പറയുന്നുണ്ട്, കുറച്ച് ആളുകളൊക്കെ എന്താണ് C പറയുന്നുണ്ട്. B എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? B, ഉത്തരം B. അപ്പൊ Aയും Cയും ആണ് നമുക്ക് കൂടുതൽ ഉത്തരങ്ങൾ വന്നിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് A എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, ഉത്തരം C ആണ്, അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു. എന്താണ്? ഒന്ന്, അതിർത്തികൾ, അതിപ്പോ ലോക്സഭാ മണ്ഡലമായിക്കോട്ടെ നിയമസഭാ മണ്ഡലമായിക്കോട്ടെ, ഇതിന്റെ അതിർത്തികൾ നിർണയിക്കുന്നത് ആരാണ്? അത് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയാണ്. ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ മലയാളീകരണമാണ് ഇവിടെ എന്താണ് അതിർത്തി നിർണയ കമ്മിറ്റി എന്ന് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോ ഇന്ത്യയിൽ എന്താണ് ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ആരാണ് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്നാണ്. എന്താണ്? അതിർത്തി നിർണയ കമ്മീഷൻ എന്നാണ് അതിന്റെ മലയാളീകരണം. ഇത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു കാര്യം, ഒരു പ്രസ്താവന പറഞ്ഞപ്പോൾ അതിൽ എന്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇതൊരു പാർലമെന്ററി കമ്മിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാണ്. ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർലമെന്ററി കമ്മിറ്റി അല്ല, അത് പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് രൂപീകരിക്കുന്ന ഒരു കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ എന്താണ് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തി ആയിരിക്കും. പിന്നെ എന്താണ്? പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മീഷണറോ ആരെങ്കിലും ഒരാൾ ഇതിൽ അംഗമായിരിക്കും. മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും എന്തിൽ അംഗമായിരിക്കും? ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അംഗമായിരിക്കും. ഇവരാണ് അതിർത്തിയും സംവരണ മണ്ഡലങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത് റിട്ടയർഡ് ജഡ്ജാണ്. അപ്പൊ എന്താണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ആരായിരിക്കും?
ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ് അതിർത്തി നിർണയ കമ്മീഷൻ ആയിരിക്കും. ഇനി അപ്പോ അതുകൂടി എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ തന്നെയാണ് എന്താ അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അതെന്ന് പറയുന്നത് എന്താണ് ഒരു പാർലമെന്ററി കമ്മിറ്റി അല്ല, പ്രസിഡന്റ് തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ കമ്മീഷൻ ചെയർമാൻ. പിന്നെ എന്താണ് ഒന്നില്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരു കമ്മീഷണർ ഉണ്ടാകും. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഇതിൽ അംഗമായിരിക്കും. ഇവരാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോ അതെന്താണ് അത് നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലിപ്പ് കാണിച്ചത്. നമുക്ക് ആ രണ്ട് ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്തിട്ട് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായിട്ടുള്ള പദവി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായിരിക്കുന്ന പദവി എന്ന് ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം എന്തായിരിക്കും എഴുതുക? ഉത്തരം പറയൂ. നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യൂ. ബി പ്രധാനമന്ത്രി. കമന്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമന്റ് ചെയ്യും. ചോദ്യങ്ങൾക്ക് നിങ്ങൾ തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ. ഓപ്ഷൻ ഡി ആണ്, ഗവർണർ ആണ്. എന്തുകൊണ്ടാണ്? ഗവർണർ പദവിയാണ് ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വിവാദമായ പദവി എന്ന് പറയുന്നത്. ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ആളാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു പിടി സംസ്ഥാനങ്ങളുടെ മുകളിൽ വെക്കുന്നതാണ് ഈ ഗവർണർ പദവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഫെഡറലിസത്തിന് വിവാദമായിട്ടുള്ള പദവിയാണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഷിജിൻ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കർണാടകം, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ബി. ജെബിൻ വിയോജിക്കുന്നു. ജെബിൻ ഉത്തരം ഡി ആണ്. ആര്യ സി ആണ്. പത്തിരുപത്തിരണ്ട് പേരുണ്ട്. നിങ്ങൾ ആരെങ്കിലൊക്കെ കമന്റ് ചെയ്യൂട്ടോ. ദിനംപ്രതി എണ്ണം കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് കുഴപ്പമില്ല. താല്പര്യമുള്ള ആളുകൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ഒരു ഉത്തരം. നിങ്ങൾക്ക് അത് എന്താണ് ആ ചോദ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത്? ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാണ്. അപ്പോ നമുക്ക് കേരളത്തിന് അത് എന്താണ് അത്ര പരിചയമില്ലാത്ത ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. കാരണം എന്താണ്? കേരളം ഒരു ഏകമണ്ഡല എന്താണ് നിയമനിർമ്മാണ സഭയാണ്, ദ്വിമണ്ഡലമല്ല. കാരണം എന്താണ്? നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ മാത്രമേ എന്തുള്ളൂ അടങ്ങുന്ന ഒരു നിയമസഭയാണ് ഉള്ളത്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നോമിനേറ്റ് ചെയ്യപ്പെടുന്ന നിയമസഭാംഗങ്ങളും ഉണ്ടായിരിക്കും. അതായത് കേന്ദ്രത്തിൽ എന്താണ് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലോക്സഭയും വരും, രാജ്യസഭയും. ഒരു സ്ഥലത്ത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നേരിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ്. മറ്റേതാണെങ്കിൽ എങ്ങനെയാണ്? നേരിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ല, ഇൻഡയറക്റ്റ് രീതിയിലൂടെ എന്ത് ചെയ്യുന്നതാണ്? സെലക്ട് ചെയ്ത് വരുന്നതാണ്, അല്ലെങ്കിൽ നോമിനേറ്റ് ഒക്കെ ചെയ്ത് വരുന്നതാണ്. ഇങ്ങനെ രണ്ട് സഭകളുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് സഭകൾ എവിടെയും ഉണ്ടാകും? ഈ പറയുന്ന സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. സുരേഷ് ഗോപി മാത്രമല്ല, ജോൺ ബ്രിട്ടാസിന്റെ ഇവിടുത്തെ നിയമസഭ തെരഞ്ഞെടുത്ത് വിടുന്നതാണ്. അങ്ങനെ എന്താണ് ഓരോ പ്രൊവിൻസുകളും തെരഞ്ഞെടുത്ത് വിടുന്ന രീതിയിൽ എന്താണ് നിയമനിർമ്മാണ കൗൺസിലുകൾ എന്തുണ്ടോ എവിടെ ഉണ്ടാകും? ഈ പറയുന്ന സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. രണ്ട് സഭകൾ ഉണ്ടാകും. കേരളത്തിൽ അതില്ല. കേരളത്തിൽ എന്താണ്? സിംഗിൾ ആണ്. അപ്പോ ഇത് എവിടേക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇത് പ്രധാനമായിട്ടും ഉള്ളത് ആന്ധ്ര, തെലങ്കാന, കർണാടക,
മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലാണ് ഇത് ഉള്ളത്. അപ്പൊ ഉത്തരം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. നിങ്ങൾക്ക് പഠിക്കാൻ സുഖമാണ്. 3 എണ്ണം അടുത്തടുത്ത് വരുന്ന സ്റ്റേറ്റുകളാണ്. ഇപ്പൊ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. 3 നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. കുറച്ചും കൂടി നമ്മൾ അടുത്തതും മഹാരാഷ്ട്രയും നമുക്ക് അതിനൊപ്പം കൂടാം. കാരണം മഹാരാഷ്ട്ര നോർത്തിലാണെന്ന് പറയുമെങ്കിലും അതിന്റെ പകുതിയോളം ഭാഗം സൗത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? തെലങ്കാന, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര. പിന്നെ 2 എണ്ണം മാത്രമേ നിങ്ങൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഏതൊക്കെയാണ്? ബീഹാറും ഉത്തർപ്രദേശും. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്താണ്? കർണാടകയാണ്. ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇനി എന്താണ്? നമ്മൾ ഇനി വീണ്ടും നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിരുന്നു. നമ്മളപ്പോ എന്താണ്? കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളെ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞു. CAG നമ്മൾ പഠിച്ചു, അറ്റോർണി ജനറൽ പഠിച്ചു, അഡ്വക്കേറ്റ് ജനറൽ പഠിച്ചു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചു, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പഠിച്ചു. 5 എണ്ണം നമ്മൾ എന്താണ്? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി 6ാമത്തേതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ധനകാര്യ കമ്മീഷൻ. എന്താണ്? ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ്? ഫിനാൻസ് കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് ഭാഗം 12 എന്നുള്ളത്. എന്താണ്? ഭാഗം 12ലാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഈ CAG യെ കുറിച്ച്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? CAG ഏത് ഭാഗമാണ്? ആർട്ടിക്കിൾ അല്ല, ഭാഗമാണ് ചോദ്യം. ഭാഗം, ആർട്ടിക്കിൾ അല്ല, പാർട്ട്. വിച്ച് പാർട്ട്? 5ാം ഭാഗമാണ്. 5ാം ഭാഗമാണ്. എന്തിനെ കുറിച്ച്? CAG യെ കുറിച്ച് നമ്മൾ പറയുന്നത് 5ാം ഭാഗത്തിലാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ അല്ല, അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നതും ഭാഗം 5ലാണ്. എങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത് ഭാഗം 5ൽ ആണോ? അല്ല. പിന്നെ എത്രയിലാണ്? ഭാഗം 5ൽ ആണ്. നിങ്ങൾ ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ, തെറ്റട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഒരു കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇങ്ങനെ ഇത്രയും ആക്റ്റീവ് അല്ലാതെ ഇരിക്കല്ലേ ക്ലാസ്സിൽ? ഭാഗമാണ് എന്റെ ചോദ്യം. ഏത് ഭാഗത്തിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത് ഭാഗം 5ആണ്. അല്ല, CAG-യും അറ്റോർണി ജനറലും ഭാഗം 5ലാണ്. ഭാഗം 6 സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ കീഴിലാണ്. ഭാഗം 6ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത്. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏത് ഭാഗത്തിലാണ്? ഭാഗം 15ലാണ്. ഭാഗം 15ലാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏത് ഭാഗത്തിലാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഭാഗം 9ലാണ്. പഞ്ചായത്തി രാജ് ഭാഗം 9ലാണ്. പഠിക്കണം കേട്ടോ. ഇത്രയും ദിവസമായി ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടും നിങ്ങൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 12 എന്നുള്ളത്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 280 ആണ്. അപ്പൊ എന്താണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 280.
നമുക്ക് മുൻപ് പഠിച്ച വകുപ്പുകൾ കൂടി എന്താണോ ഒന്ന് നോക്കി പോവാം. CAG യെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 148 ആണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? ഭരണഘടനാ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 76 ആണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 165 എന്നുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? അതാണ് ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് ആർട്ടിക്കിൾ 243 ആണ്. നോക്കുക, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. എന്താണ് 324? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയാണ്? 243. ഒരു ആ 2, 3, 4 എന്ന് പറയുന്ന സംഖ്യയാണ് രണ്ട് സ്ഥലത്തും എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിച്ചിരിക്കുന്നത്. അത് തമ്മിൽ എന്താണ്? ഒരു സാമ്യം ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അപ്പോ ഇത്രയുമാണ് നമ്മൾ എന്താണ് മുൻകാലങ്ങളിൽ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം കൂടി പഠിക്കുന്നു. എന്താണ്? ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 280. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഉള്ള ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ എന്ത് സ്വഭാവമുള്ള ഒരു കമ്മീഷനാണ് എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. അങ്ങനെ വന്നാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കോസി ജുഡീഷ്യൽ ബോഡി എന്നാണ്. എന്താണ്? കോസി ജുഡീഷ്യൽ ബോഡി. അതിന്റെ മലയാളം അർദ്ധ നീതിന്യായ വ്യവസ്ഥ, അല്ലെങ്കിൽ എന്താണ്? അർദ്ധ നീതിന്യായ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്? ജുഡീഷ്യൽ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ജുഡീഷ്യൽ ബോഡി എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്? ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോടതികളാണ്. എന്താണ്? കോടതികളാണ് ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോ കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അർദ്ധ നീതിന്യായ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോടതിക്ക് സമാനമായിട്ടുള്ള ചില അധികാരങ്ങൾ ഉണ്ടായിരിക്കും. കോടതിയെ പോലെ എന്താണ്? പൂർണ്ണമായും കോടതിയുടെ അധികാരങ്ങളല്ല, എന്നാൽ എന്താണ്? കോടതിക്ക് തുല്യമായിട്ടുള്ള ചില അധികാരങ്ങൾ ഈ പറയുന്ന കമ്മീഷന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് കോസി ജുഡീഷ്യൽ ബോഡി എന്നുള്ളത്. അർദ്ധ നീതിന്യായ സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മലയാളീകരിക്കാം. കോസി ജുഡീഷ്യൽ ബോഡിയാണ് കുറച്ചുകൂടി നല്ലത്. അതെന്താണ്? അപ്പൊ ധനകാര്യ കമ്മീഷന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി. അപ്പൊ ഇനി അടുത്തത്, ഈ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ്? ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. എന്താണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. സാധാരണയായി, ഇനിയപ്പോ ഇതിന്റെ കാലാവധി പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണയായി 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ 5 വർഷം എന്ന് കാലാവധി പറയാത്തത്? സാധാരണയായിട്ട് 5 വർഷം കൂടുമ്പോഴാണ് എന്താണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. പക്ഷെ 5 വർഷം എന്നുള്ളത് എന്താണ്? ഒരു ഫിക്സഡ് അല്ല. രാഷ്ട്രപതിക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഈ 5 എന്നുള്ളത് കാത്തു നിൽക്കാതെ പുതിയ ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും? നിയമിക്കുന്നതിനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ സാധാരണയായി 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടുകൾ ഓരോ ഇതിന്റെയും എന്താണ് കാലാവധി, ഇതെല്ലാം കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പഠിക്കുവാനായിട്ട്. കാണാതെ പഠിക്കരുത്. ഇതെന്താണ്? ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് എന്താണ് ഉറപ്പായിട്ടും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ്? സാധാരണയായിട്ട് എന്താണ് 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ഈ 5 എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ചെയർമാനും 4 അംഗങ്ങളും ചേരുന്നതാണ് ഈ 5 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ചെയർമാൻ ഉൾപ്പെടെ എന്താണ് 5 അംഗങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ എന്താണ് ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. 1+4 എന്നാണ് അതിന്റെ കണക്ക്. ഇനി ഈ ധനകാര്യ കമ്മീഷനെയും ഈ പറയുന്ന അതിലുള്ള അംഗങ്ങളെയും, ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെയും അതിലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? എന്താണ്? ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അതിന്റെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അതിന്റെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഈ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത്, ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സ്വാഭാവികമായിട്ടും എന്താണ്? ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അതിന്റെ അംഗങ്ങളും അവരുടെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരവും ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും അവരുടെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി ഈ ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും എന്താണ് യോഗ്യത തീരുമാനിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ്? ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും എന്താണ് യോഗ്യത, ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ അതിന് ഭരണഘടന ആരെയാണ് ചുമതലപ്പെടുത്തിയത്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടനയിൽ എന്തു മാത്രമേ പറയുന്നുള്ളൂ? ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ എന്താണ് ചെയർമാന്റെ യോഗ്യതയെ കുറിച്ചൊക്കെ പറയുന്നത് എവിടെയാണ്? അത് പാർലമെന്റ് നിശ്ചയിച്ച ഒരു നിയമം വഴിയാണ്. എന്താണ്? പാർലമെന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കുന്നതിന് ഭരണഘടന ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? അത് ഇന്ത്യയുടെ പാർലമെന്റിനെയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങള് റെസ്പോണ്ട് ചെയ്യൂ. എനിക്ക് ക്ലാസ് എടുക്കാനുള്ള എന്റെ മൂഡ് നിങ്ങൾ കളയരുത് കേട്ടോ. ഓക്കെ. ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നിവർ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോ ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാന്റെയും എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. ഇനി പാർലമെന്റ് ചില യോഗ്യതകൾ, ഫിനാൻസ് കമ്മീഷൻ ആക്ട് പ്രകാരം എന്താണ് ചില യോഗ്യതകൾ ധനകാര്യ കമ്മീഷൻ ചെയർമാനും അതിന്റെ മറ്റ് അംഗങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? പാർലമെന്റ് നിയമം വഴി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. യോഗ്യത നിശ്ചയിക്കുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ്. അങ്ങനെ പാർലമെന്റ് എന്തൊക്കെ യോഗ്യതകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യതയാണ് പറയുന്നത്. എന്താണ്? ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യതയാണ്. അദ്ദേഹത്തിന്റെ യോഗ്യത പൊതുപ്രവർത്തനങ്ങളിലുള്ള പ്രവൃത്തി പരിചയമാണ്. എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ് എന്ന് പറയുന്നതാണ്. പൊതു കാര്യങ്ങളിലുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയെ ധനകാര്യ കമ്മീഷന്റെ എന്തായിട്ട് നിയമിക്കും? ചെയർമാനായിട്ട് നിയമിക്കാനായിട്ട് കഴിയും. ഇനി ചെയർമാൻ മാത്രമല്ല, മറ്റു 4 അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ 4 അംഗങ്ങളുടെ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. മറ്റു അംഗങ്ങളുടെ യോഗ്യതകൾ. ഒന്നാമത്തെ അംഗം എന്താണ്? ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം എന്താണ്? ഹൈക്കോടതി ജഡ്ജിയാകുവാൻ യോഗ്യതയുള്ള ആളായിരിക്കണം. നമ്മൾ പറഞ്ഞു എന്താണ്? 10 വർഷത്തിൽ കുറയാത്ത എന്താണ് കോടതിയിലുള്ള സംസ്ഥാനത്ത് എന്താണുള്ള പ്രാക്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അത് തന്നെയാണ് ഇവിടെയും. എന്താണ്? ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള എന്താണ് യോഗ്യതയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒന്നാമത്തെ വ്യക്തി. ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനകാര്യ വിഷയങ്ങളിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം. എന്താണ് രണ്ടാമത്തേത്? ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം. മൂന്നാമത്തേത് പൊതുഭരണം. പൊതുഭരണം എന്ന് പറയുന്ന വിഷയത്തിലും സാമ്പത്തിക വിഷയങ്ങളിലും എന്തുള്ള ആളായിരിക്കണം? പരിചയമുള്ള വ്യക്തിയായിരിക്കണം. നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ
പ്രത്യേകമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. എന്താണ് അതിൽ ഒരു എക്സ്ട്രാ നോളജ് ഉള്ള വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്നത് നാലാമത്തെ വ്യക്തി എന്നുള്ളത്. അപ്പോ ചെയർമാന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? പൊതുകാര്യങ്ങളിലുള്ള പ്രവൃത്തി പരിചയമാണ്. എന്നാൽ മറ്റംഗങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജിയാകാനുള്ള യോഗ്യത. രണ്ടെന്താണ്? ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിൽ അറിവുള്ള വ്യക്തി. 3 പൊതുഭരണം, സാമ്പത്തികം, ഇതിൽ രണ്ടിലും അറിവുള്ള ഒരു വ്യക്തി. നാലാമത്തേത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേകമായിട്ട്, അതായത് ഇപ്പൊ PhD അല്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിവുള്ള വ്യക്തി ആയിരിക്കണം. ഇങ്ങനെ 4 അംഗങ്ങളാണ് എവിടെയുള്ളത്? നമ്മളുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം LDCയുടെ എന്താണ്? LDC എന്ന് പറയുന്നതിന്റെ സിലബസ് തന്നെ പറയുന്നത് എന്താണ്? അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് മാത്രമല്ല പറയുന്നത് എന്താണ്? അവയുടെ, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ കർത്തവ്യങ്ങളും എന്താണ്? അവയുടെ കർത്തവ്യങ്ങളും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സിലബസിന്റെ പേര് തന്നെ. അപ്പൊ എന്ത് നമ്മൾ പഠിക്കണം? കർത്തവ്യങ്ങൾ പഠിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണ്? നമ്മൾ എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആയാലും എന്തായാലും എന്താണ് നമ്മളെല്ലാം നമുക്ക് എന്താണ് നോട്ടിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് തരുവാനായിട്ട് കഴിയില്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ അതെന്ത് ചെയ്യണം? കൂടുതലായിട്ട് റാങ്ക് ഫയൽ വെച്ചിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. വിഷയം പഠിക്കുമ്പോൾ റാങ്ക് ഫയൽ വെച്ച് പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? വെറുതെ നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിക്കണ്ട. പ്രധാന ചുമതലകൾ ഒന്നും കാണാതെ പഠിക്കരുത്. വെറുതെ നിങ്ങൾ എന്ത് ചെയ്യുക? 1ഓ 2ഓ ആവർത്തി എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ഏകദേശം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയൊക്കെ കുറേയുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ എന്താണ് ചുമതലകൾ കുറേയുണ്ട്. നമ്മൾ വളരെ എന്താണ് ചുരുക്കിയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ വെറുതെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് കാര്യം എന്താണ് എന്നുള്ളത് അവിടെ മനസ്സിലാവും. എന്ത് വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതുവാനും കഴിയും. വെറുതെ വായിച്ചിരുന്നാൽ മാത്രം മതി, കാണാതെ പഠിക്കണ്ട. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ധനകാര്യ കമ്മീഷന്റെ, കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. നോക്കുക, പ്രധാന ചുമതലകൾ. ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? നികുതി എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ 1 രൂപ ടാക്സ് കൊടുക്കുമ്പോൾ കേന്ദ്രം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരുന്ന തുക എന്ന് പറയുന്നത് 65 പൈസയാണ്. അതായത് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ 1 രൂപ ടാക്സ് അടയ്ക്കുമ്പോൾ അവിടെ ജനസംഖ്യ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? അവർക്ക് 1 രൂപ 25 പൈസയോളം അവർക്ക് എന്തായിട്ട് ലഭിക്കുന്നു? ടാക്സ് ഇനത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ സംസ്ഥാനങ്ങൾ പരസ്പരം, അല്ലെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഈ ടാക്സ് പിരിവിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അതിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒന്നാമത്തേത്? കേന്ദ്ര സംസ്ഥാന നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എത്ര വിഹിതം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? തീരുമാനിക്കുന്നതല്ല, അതിന് നിർദ്ദേശം നൽകുന്നത് ആരാണ്? ഈ പറയുന്ന ധനകാര്യ കമ്മീഷനാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായക ഗ്രാന്റുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. അതായത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നേരിടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പ്രഖ്യാപിക്കും? സഹായധനമൊക്കെ പ്രഖ്യാപിക്കും. ഓരോ സംസ്ഥാനങ്ങളിൽ എന്താണ് ഓരോ ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ. അപ്പോ ഇത്തരം സഹായ ഗ്രാന്റുകളെ കുറിച്ചൊക്കെയുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതിൽ കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശങ്ങൾ നൽകുന്നതും ആരാണ്? ഈ പറയുന്ന ധനകാര്യ കമ്മീഷനാണ്. ഇനി മൂന്നാമത്തേത് എന്താണ്? ധനകാര്യവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകുന്ന ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? അത് ഇതേ പറയുന്ന ധനകാര്യ കമ്മീഷൻ ആയിരിക്കും. 3 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. എന്താണ്? കേന്ദ്ര സംസ്ഥാന നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായക ഗ്രാന്റുകൾ, ഇനി എന്താണ്? ധനകാര്യവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകുന്ന മറ്റേതു വിഷയവുമായാലും അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? അത് ഈ പറയുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആയിരിക്കും. ആ പോയിന്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. എന്താണ്? ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഈ ധനകാര്യ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം.
അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതി എന്ത് ചെയ്യും? രാഷ്ട്രപതി പ്രസ്തുത റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും. രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി ഈ പറയുന്ന റിപ്പോർട്ട് എവിടെ സമർപ്പിക്കും? രാഷ്ട്രപതി ഈ പറയുന്ന റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും. ഇനി ധനകാര്യ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ സ്വഭാവം എന്നുള്ളത് എന്താണ്? അത് നിർദ്ദേശ രൂപത്തിലുള്ളവയായിരിക്കും. എന്താണ് അതെന്താണ്? റെക്കമെൻഡേഷൻസ് മാത്രമായിരിക്കും, വെറും നിർദ്ദേശങ്ങൾ മാത്രമായിരിക്കും. ധനകാര്യ കമ്മീഷൻ നൽകുന്ന ശുപാർശ എന്ന് പറയുന്നത് എന്താണ്? നിർദ്ദേശക രൂപത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. അതായത് ഈ ധനകാര്യ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് അതൊരു ഭരണഘടനാ സ്ഥാപനമൊക്കെയാണ് എങ്കിലും എന്താണ്? അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ധനകാര്യ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് എന്നുള്ളത് പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യാം. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. അത് പരിഗണിക്കണമെന്ന് യാതൊരു വിധത്തിലും എന്തില്ല? നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ധനകാര്യ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ എന്ന് പറയുന്നത് എന്താണ്? നിർദ്ദേശക രൂപത്തിലുള്ളവയാണ്. അപ്പോ നമ്മള് ഈ പറഞ്ഞ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു. ഒരു ആർട്ടിക്കിൾ നമ്മൾ ആദ്യം പഠിച്ചു. ആ ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 280. അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് ആർട്ടിക്കിൾ 281 ആർട്ടിക്കിൾ 281. ആർട്ടിക്കിൾ 281 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ധനകാര്യ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അവിടെ എന്താണ്? ഇത് വാർഷിക റിപ്പോർട്ട് എന്നാക്കണം. ആ നോട്ടിൽ എന്ത് ചെയ്യണം? വാർഷിക റിപ്പോർട്ട് എന്നാക്കണം. ധനകാര്യ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 281 പ്രതിപാദിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ആ രാഷ്ട്രപതി അത് എന്ത് ചെയ്യും? പാർലമെന്റിന്റെ മുൻപാകെ വെക്കും. കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നിർദ്ദേശ രൂപത്തിലുള്ളതാണ്. ഈ പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 281 പ്രകാരമാണ് അത് നൽകുന്നത്. എന്നാൽ ഇത് നിർദ്ദേശ രൂപത്തിലുള്ളതായതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അത് പാലിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് അത് പാലിക്കണമെന്ന യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ എന്താണ്? ഉണ്ടായിരിക്കണം. എന്താണ്? ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗങ്ങളിൽ നിന്ന് വരുവാനുള്ള സാധ്യത എന്താണ്? വളരെ കൂടുതലാണ്. അപ്പോ രണ്ട് ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കുക. ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ 281. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 280 തന്നെയാണ്. PSC പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 280 ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1951. ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? KC നിയോഗിയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി പറയുന്നത് ശരിക്കും 1952 മുതൽ 57 വരെയാണ്. അപ്പോ എന്റെ ചോദ്യം, നിലവിലെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? NK സിംഗ്. ഷിജിൻ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷിജിൻ അരവിന്ദ് ആണ് പറയുന്നത്. വേറെ ആർക്കെങ്കിലും അറിയാമോ? നിലവിലെ ധനകാര്യ കമ്മീഷൻ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്? ആ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ചില ആളുകൾ പറയുന്നു NK സിംഗ് ആണെന്ന്, 15ാമത് ഫിനാൻസ് കമ്മീഷൻ ആണെന്ന്. ചില ആളുകൾ പറയുന്നു 16ാമത് ഫിനാൻസ് കമ്മീഷനാണ്, അരവിന്ദ് പനിഗരയാണെന്ന്.
ഉത്തരം നിലവിൽ ഇപ്പോൾ എന്താണ്? നിലവിൽ അരവിന്ദ് പനഗരിയാണ്. ഇനിയിപ്പോ ഇപ്പോഴൊക്കെ നടക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്താണ് ചിലപ്പോ NK സിംഗ് എന്നായിരിക്കും ചിലപ്പോ ഉത്തരം. കാരണം എന്താണ്? അന്ന് അപ്ഡേറ്റ് ആയിട്ടില്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എന്താണ് ഇപ്പോ നിലവിലുള്ളത് 16ാമത് ഫിനാൻസ് കമ്മീഷനാണ്. ഈ 16ാമത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ് അതിന്റെ എന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ഫിനാൻസ് കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് 15ാമത് ഫിനാൻസ് കമ്മീഷൻ. അതിന്റെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് NK സിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇവിടെയാണ് ഞാൻ എന്തുകൊണ്ടാണ് മുകളിൽ അവിടെ 5 വർഷമെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞപ്പോ എന്താണ് കാലാവധി പറഞ്ഞപ്പോ സാധാരണയായിട്ട് 5 വർഷം കൂടുമ്പോൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ 51-ൽ ആരെ KC നിയോഗിയെ ഫിനാൻസ് കമ്മീഷണറായിട്ട് നമ്മൾ നിശ്ചയിച്ചു. ഇദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നത് 1952-ലാണ്. ഈ റിപ്പോർട്ട് 1952 മുതൽ 57 വരെ എന്ത് ചെയ്യും? തുടരും. എന്താണ് ഈ റിപ്പോർട്ട് 1952 മുതൽ 57 വരെ തുടരും. എന്നാൽ തൊട്ടടുത്ത അതായത് 1956 ആയപ്പോ എന്താണ് 2ാമത്തെ കമ്മീഷണറെ നിയമിച്ചു. അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നാണ്? അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്നത് അടുത്ത വർഷമാണ് 1957-ലാണ്. 57 മുതൽ എന്താണ് 62 വരെയാണ് ആ ഫിനാൻസ് കമ്മീഷന്റെ എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് തൊട്ട് 1960 ആയപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അപ്പൊ 5 വർഷം എടുത്തിട്ടില്ല, 4 വർഷമായപ്പോ തന്നെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? പുതിയൊരു ഫിനാൻസ് കമ്മീഷനെ നിശ്ചയിക്കുന്നു. 60-ൽ. പക്ഷെ അവര് റിപ്പോർട്ട് എന്താണ് 62 ആവുമ്പോഴാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് തുടങ്ങുന്നത് 1962 മുതൽ എന്താണ് 67 വരെയാണ്. പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോ പുതിയ കമ്മീഷൻ നിലവിൽ വന്നു, 16ാമത് ധനകാര്യ കമ്മീഷൻ. നിലവിലെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് 16ാമത് ധനകാര്യ കമ്മീഷനാണ്. പക്ഷേ ഇതിനു മുമ്പത്തെ NK സിംഗ് കമ്മീഷന്റെ എന്ന് പറയുന്ന കാലാവധി എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? അത് 2020 മുതൽ 26 വരെയാണ്. 26-ലെ ഇനി ആര് റിപ്പോർട്ട് സമർപ്പിച്ച് അത് മുന്നോട്ട് പോവുകയുള്ളൂ? ഈ പറയുന്ന അരവിന്ദ് പനഗരി എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സമർപ്പിക്കും. എന്താണ് 2026 മുതൽ ആ റിപ്പോർട്ട് എന്താണ് അടുത്ത 5 വർഷക്കാലത്തേക്ക്, ചിലപ്പോൾ 6 വർഷമാകാം, 4 വർഷമാകാം. ഇതൊക്കെ രാഷ്ട്രപതിയും ഗവൺമെന്റുമാണ് തീരുമാനിക്കുന്നത്. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇവരെ നിശ്ചയിക്കുന്നത്, ഇവരെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ കാലാവധി ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് അതിൽ എല്ലാം ഒന്നും എന്തല്ല പ്രാധാന്യമുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തെ ആളെ പഠിക്കുക, അവസാനത്തെ ആളെയും തൊട്ടു മുമ്പത്തെ ആളെയും എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. അരവിന്ദ് പനഗരിക ഇല്ലെങ്കിൽ NK സിംഗ് ആണ് ഓപ്ഷൻ എങ്കിൽ അത് എഴുതുക. അരവിന്ദ് പനഗരിക ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. ഇനി രണ്ടും ഉണ്ടെങ്കിൽ PSC ഉത്തര സൂചികയിൽ എന്താണ് ഉത്തരമായിട്ട് എന്താണ് NB സിംഗിനെ കൊടുത്താലും അതെന്തായി മാറും? അത് തെറ്റാകും. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ചെയ്യും. അപ്പൊ അതൊന്നും ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ബേജാറാകേണ്ട. കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. അപ്പോ ഈ പറഞ്ഞ NK സിംഗ് 2017-ലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 20 മുതൽ 26 വരെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോ 2023-ൽ അരവിന്ദ് പനഗരിയ വന്നു. 2023-ൽ അരവിന്ദ് പനഗരിയ വന്നു. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഇനി 2026 മുതലായിരിക്കും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യുക? നടപ്പിൽ വരുത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുക. കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. എപ്പോഴും ഓർത്തിരിക്കണം. കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയൊക്കെ എത്ര പാടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അരവിന്ദ് പനഗരിയ ഇന്ന് വന്നു, ഇന്ന വർഷത്തിൽ അയാൾ ഇത് ചെയ്തു, ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോരെ. ഒരു തവണ വായിക്കുക, മനസ്സിലാക്കുക, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മൾ അതോടുകൂടി എന്താണ് ഈ പറയുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നുള്ള ഭാഗം എന്താണ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിലേക്ക് പോവുകയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നോക്കുക. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്, അല്ല ഭരണഘടനയുടെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ചോദിച്ചാൽ ഏതാണ് ഉത്തരം?
അതിന്റെ ഉത്തരം ഭാഗം 9-ലും എന്താണ്? ഭാഗം 9A-യിലും എന്തുണ്ട്? ഭാഗം 9-ലും ഭാഗം 9A-യിലും എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് എവിടെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്? ഭരണഘടനയുടെ ഭാഗം 9-ലും 9A-യിലും പ്രതിപാദിക്കുന്നുണ്ട്. 9 എന്ന് പറയുന്ന ഭാഗം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് 9 എന്ന് പറയുന്ന ഭാഗം? പഞ്ചായത്താണ്. 9A എന്ന് പറയുന്ന ഭാഗം എന്താണ്? 9A എന്ന് പറയുന്ന ഭാഗം മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ നഗരപാലിക എന്നൊക്കെ പറയുന്നതാണ് 9A എന്ന് പറയുന്ന ഭാഗം. ഈ രണ്ട് ഭാഗങ്ങളിലും എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഈ രണ്ട് ഭാഗങ്ങളിലും ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 9, ഭാഗം 9A. മുൻപുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്. എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 5, അറ്റോർണി ജനറൽ 5, അഡ്വക്കേറ്റ് ജനറൽ 6, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയാണ്? 15, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് 9. പിന്നെ എന്താണ് ഈ പറയുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഭാഗം 12, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് 9-ഉം 9A-യും. എല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലാക്കി പഠിച്ചാൽ ഇത്ര വലിയ പാടുള്ള കേസല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാമാണ്? എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് 243 ശരിയായിട്ടുള്ള ഉത്തരമാണ്. പക്ഷെ 2 വകുപ്പുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243(i)യും രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243(y)യുമാണ്. I എന്ന് പറയുന്നത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. Y എന്ന് പറയുന്നത് 243(y) എന്ന് പറയുന്നത് നഗരപാലികയുമായി ബന്ധപ്പെട്ട് ധനകാര്യ കമ്മീഷനെ കുറിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് 2 ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 9, 9A. 2 വകുപ്പുകളാണ് ആർട്ടിക്കിൾ 243(i)(y). രണ്ടും വളരെ എളുപ്പമാണ് പഠിക്കാൻ. I/Y എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആർട്ടിക്കിൾ 243(i)(y) ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാം എന്താണ്? കേന്ദ്രത്തിൽ രാഷ്ട്രപതിയാണെങ്കിൽ സംസ്ഥാനത്ത് ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. അത് തന്നെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ആരാണ്? ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിക്കുന്നത് എന്ന് കൂടി നമ്മൾ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്? അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് വേണ്ടി. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതെല്ലാം എന്താണ്? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നത്, പരിശോധിക്കുന്നത് ആരാണ്? അത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഇതിനു വേണ്ടിയിട്ട് ഓരോ 5 വർഷവും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനാണ് എന്ത് ഉണ്ടാകുന്നത്? ഈ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ആര് നിശ്ചയിക്കുന്നു? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ഗവർണർ നിശ്ചയിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്, ഇതിന്റെ ഈ പറയുന്ന നമ്മൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പറഞ്ഞപ്പോഴെല്ലാം 5 അംഗങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ എന്തില്ല? അംഗങ്ങളുടെ എണ്ണമോ യോഗ്യതയോ ഇതിന്റെ ഘടനയോ ഒന്നും തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് എവിടെ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നത്?
ഇതിന്റെ ധനകാര്യ കമ്മീഷന്റെ ഘടന എങ്ങനെയായിരിക്കണം, അംഗങ്ങളുടെ എണ്ണമായി എങ്ങനെയായിരിക്കണം, യോഗ്യത എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഗവർണർ അല്ല, മറിച്ച് ആരാണ്? മറിച്ച് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ നിയമസഭയാണ് എന്ന് തീരുമാനിക്കുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഘടനയും അതിലെ അംഗങ്ങളുടെ എണ്ണവും യോഗ്യതയും എല്ലാം നിശ്ചയിക്കുന്നത് ആരാണ്? ഗവർണർ അല്ല, അത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. വ്യക്തമായിട്ട് പഠിക്കണം, തെറ്റിപ്പോകരുത്. ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സ്വാഭാവികമായിട്ടും ഗവർണറാണ്. രാജി സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? അത് ഗവർണർക്കായിരിക്കും. ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്താണ്? അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? അത് ഗവർണർക്കായിരിക്കും. ആർക്കായിരിക്കും? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും. പ്രസ്തുത റിപ്പോർട്ട് ഗവർണർ എന്ത് ചെയ്യും? നിയമസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കും. എന്താണ്? പ്രസ്തുത റിപ്പോർട്ട് ഗവർണർ എവിടെ സമർപ്പിക്കും? നിയമസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കും. എല്ലാം അവിടെയുള്ളത് പോലെ തന്നെ, അവിടത്തെ പോലെ തന്നെ ഇവിടെയും എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ചില ഭരണഘടനാ സ്ഥാപനങ്ങളിലാണ് നിയമിക്കുന്നത് ചിലപ്പോൾ ഗവർണർ ആയിരിക്കും, പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഇനി നോക്കുക, ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സംസ്ഥാന സംസ്ഥാനത്തെ ഈ പറയുന്ന ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഒന്ന്, സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി എന്ത് ചെയ്യുക? വിലയിരുത്തുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അങ്ങനെയുള്ള പ്രാദേശിക, അതിനെയാണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുന്നത്. അവയുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ആരാണ്? അവയുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ഈ പറഞ്ഞിട്ടുള്ള സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഇനി ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ് ആർക്ക് പണം കൊടുക്കുന്നത്? അതത് സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക ഗവൺമെന്റുകൾക്ക് എന്ത് ചെയ്യുന്നത്? പണം കൊടുക്കുന്നത്. അപ്പോ ഈ സംസ്ഥാന ഗവൺമെന്റും പ്രാദേശിക ഗവൺമെന്റും തമ്മിൽ എന്താണ്? ഇടയിലുള്ള വരുമാന വിതരണം പരിശോധിക്കുന്നതും ആരാണ്? അതും സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. നമ്മള് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പറയുമ്പോൾ എന്ത് പറഞ്ഞു? അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നികുതി എന്താണ്? അതിന്റെ തീരുമാനിക്കുന്നത് എന്താണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. എന്നാൽ സംസ്ഥാനവും അതിന്റെ പ്രദേശത്തുള്ള പ്രാദേശിക ഗവൺമെന്റുകളും തമ്മിലുള്ള ധനകാര്യങ്ങൾ, അതായത് ടാക്സ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? തീരുമാനിക്കുന്നതല്ല, റിപ്പോർട്ട് നൽകുന്നത് ആരാണ്? അത് അതത് ധനകാര്യ കമ്മീഷനുകളാണ്. ഇനി ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും എന്തുണ്ട്? പ്രാദേശിക ഗവൺമെന്റുകളുണ്ട്. പഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പൊ എന്താണ്? ഗ്രാമങ്ങളിലുമുണ്ട്, നഗരപ്രദേശങ്ങളിലും പ്രാദേശിക ഗവൺമെന്റുകളുണ്ട്. ഇവർ തമ്മിലുള്ള വരുമാന വിതരണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ആരാണ്? അതും സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷനാണ്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. ഇനി ഗ്രാമീണ മേഖലയിൽ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതും ആരാണ്? അതും ഉറപ്പുവരുത്തുന്നത് സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷനാണ്. അതെന്താണ് അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ കേരളം ഭരിക്കുന്നത് CPM ആണെന്ന് കരുതുക. പഞ്ചായത്തുകൾക്ക് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ CPM ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് കൂടുതൽ തുക കൊടുത്താൽ അതൊരു വിവേചനമാണ്, അതൊരു രാഷ്ട്രീയ നീക്കമാണ്, അല്ലെ? അത് തെറ്റാണ്. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുവാൻ എല്ലാ പഞ്ചായത്തുകൾക്കും അർഹമായിട്ടുള്ള രീതിയിൽ ടാക്സ് വിഹിതമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് രൂപപ്പെടുത്തിയിട്ടുള്ളത്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചുമതലകളായിട്ട് പഠിക്കാനുള്ളത്. എന്താണ്? പ്രാദേശിക ഗവൺമെന്റുകളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു, സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഇടയിലുള്ള ഫണ്ട് വരുമാന വിതരണത്തെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു, ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലുമുള്ള പ്രാദേശിക ഗവൺമെന്റ് തമ്മിലുള്ള വരുമാന വിതരണം അവലോകനം ചെയ്യുന്നു. മാത്രമല്ല ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് നൽകുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നതാണ്
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ എന്ന് പറയുന്നത് ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചുമതലകളും പഠിച്ചു, സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷന്റെ ചുമതലകളും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് മറ്റുള്ള പോയിന്റുകളൊക്കെ കാണാം, അതൊക്കെ എന്ത് ചെയ്യുക, ഒരു ആവർത്തി വായിച്ചു നോക്കുക. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ നോട്ടിന്റെ കൂടെയൊക്കെ അതൊക്കെ എഴുതി ചേർത്ത് പഠിക്കുക. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 2 ആർട്ടിക്കിളുകൾ കൂടി പഠിക്കുകയാണ്. ആർട്ടിക്കിൾ 292, ആർട്ടിക്കിൾ 293, അടുത്തടുത്തുള്ള 2 ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 292 ആർട്ടിക്കിൾ 293. ആർട്ടിക്കിൾ 292 കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 292. സംസ്ഥാന സർക്കാരുകളുടെ എന്താണ്, കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 293. ഇനി ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്. ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് 1994 ഏപ്രിൽ 24-ാം തീയതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 24-ാം തീയതിയാണ്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് P.A. എബ്രഹാം ആണ്. ആരാണ്? P.A. എബ്രഹാം ആണ് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആരാണ്? കേരള സംസ്ഥാന ഇപ്പോൾ ഉള്ള ഫിനാൻസ് കമ്മീഷൻ ഏതാണ്? എത്രാമത് ഫിനാൻസ് കമ്മീഷനാണ്? കേരളത്തിന്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അടുത്ത ടാസ്ക് ആണത്. കേരളത്തിന്റെ നിലവിലുള്ള എന്താണ് ധനകാര്യ കമ്മീഷൻ ഏതാണ്, ആ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നൊക്കെയുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം കണ്ടെത്തുക. അപ്പോ ഇതോടുകൂടി എന്താണ്, ഇതോടുകൂടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തുടങ്ങിയ 2 ഭരണഘടനാ സ്ഥാപനങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഇന്നത്തോടെ പഠിച്ചു തീർത്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് UPSC, PSC ഒക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ എന്താണ്, ഇതോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.